Hello all, welcome to MedVenture Dr. Andrews Academy. Myself, Dr. Kripa Varghese, and I am one of the faculty members of this academy. അപ്പം ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്യാപ്സിനെ കുറിച്ചും മെഡ്വെഞ്ചർ ടീം എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാപ്സിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതും എന്നൊക്കെ പറയുന്ന ഒരു ബ്രീഫ് സെക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വെൽക്കം എവ്രി വൺ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ ദോസ് ഹു ആർ അപ്പിയറിംഗ് ഫോർ യുവർ എക്സാംസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പം ക്യാപ്സ് എന്താണെന്ന് മിക്കവർക്കും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഒബിയസ്ലി നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. ചിലർക്കെങ്കിലും ക്യാപ്സ് എന്താണെന്ന് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഇതൊരു ലൈസൻഷ്യർ എക്സാം ആണ്. പ്രോപ്പർ ലൈസൻഷ്യർ എക്സാം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ പറയും. നമ്മളൊരു ഓസ്ട്രേലിയയില് ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ഫാർമസിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ലൈസൻഷ്യർ എക്സാം പാസ്സാവണം. ഇതിപ്പോ ഏതൊരു കൺട്രിയിൽ പോയാലും കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ട്, ഇത് പാസ്സാവണം. അപ്പം ഓസ്ട്രേലിയയിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ എക്സാം പാസ്സായി പോവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ അതാണ് ഈ ക്യാപ്സിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയ എന്ന കൺട്രി ചൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് ക്യാപ്സ് പാസ് ആവാന്നുള്ളത്. ക്യാപ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നോളജ് അസസ്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് എക്സാം. ഓക്കെ, ഇത് നമ്മുടെ നോളജിനെയും നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സയൻസിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെയും അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഓസ്ട്രേലിയൻ ഫാർമസിസ്റ്റ് ആകുന്ന ആ ഒരു ഡ്രീം കം ട്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലൊരു മേജർ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ഔട്ട്കം കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് മേജർ ഗേറ്റ് വേ എന്നൊക്കെ പറയുന്നത് സ്കിൽ അസസ്മെന്റ് ഔട്ട്കം ആണ്. ഈ സ്കിൽ അസസ്മെന്റ് ഔട്ട്കം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്ന് എലിജിബിലിറ്റി ചെക്കും, പിന്നെ ഈ ക്യാപ്സ് എക്സാം പാസ് ആവുന്നതാണ് ഇതിന്റെ രണ്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സ്കിൽ അസസ്മെന്റ് ഔട്ട്കം ആണ് നമുക്ക് ഒരു ഗേറ്റ് വേ, അതായത് ഓസ്ട്രേലിയയിലോട്ടൊന്ന് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ വേ ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ആൻഡ് മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ഔട്ട്കം ആണ്. ഈ സ്കിൽ അസസ്മെന്റ് ഔട്ട്കം നമുക്ക് ഒന്ന് എലിജിബിലിറ്റി ചെക്ക് ചെയ്യുമ്പോഴും അത് ചെക്ക് ചെയ്ത് എലിജിബിൾ ആണെന്ന് അറിഞ്ഞിട്ടുള്ള ആ ഒരു ഇമെയിൽ അവർ സെൻഡ് ചെയ്ത് പിന്നെ നമ്മൾ ക്യാപ്സ് എന്ന് പറഞ്ഞ എക്സാം എഴുതി പാസ് ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു സ്കിൽ അസസ്മെന്റ് ഔട്ട്കം PDF ആയിട്ട് നമ്മുടെ മെയിലിൽ വരുന്നത്. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിപ്പം പ്രൊവിഷണൽ രജിസ്ട്രേഷൻ, ആപ്പ് രജിസ്ട്രേഷൻ, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് മുന്നിലോട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ദി മേജർ സ്റ്റെപ്പ്. ക്യാപ്സ് പാസ്സായാൽ ഇറ്റ് കൺഫേംസ് ദാറ്റ് യു നോ ഇനഫ് ടു പ്രാക്ടീസ് സേഫ്ലി ആൻഡ് എഫക്റ്റീവ്ലി ഇൻ ഓസ്ട്രേലിയൻ സെറ്റിംഗ്. സോ മേജർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അവിടെ തന്നെ കഴിഞ്ഞു. പിന്നെ വരുന്നതാണ് ഇന്റേൺഷിപ്പ്, ഒരു വർഷത്തെ ഇന്റേൺഷിപ്പ്. ഓക്കെ, അതൊക്കെ പിന്നെ വരുന്നതാണ്. പക്ഷെ മേജർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാപ്സ് പാസ്സാവുന്നത് തന്നെയാണ്. അപ്പം ഒരു നട്ട്ഷെല്ല് പറഞ്ഞാൽ ഒരു 4 പ്രൊസീജിയേഴ്സ് ആണ് നമുക്കൊരു ഇന്റേൺഷിപ്പിന് മുന്നേ, അല്ലെങ്കിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. രണ്ട് ടൈപ്പ് രജിസ്ട്രേഷൻ ആണുള്ളത്. ഒന്ന് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ, പിന്നെ ജനറൽ രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രോസസ്, ഞാൻ പറഞ്ഞ രണ്ട് പ്രോസസ്സും കഴിഞ്ഞ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷൻ ആണ്. VC ഒക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ. ഓക്കെ, പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവിടെ ഇന്റേൺഷിപ്പിന് കയറാൻ പറ്റത്തുള്ളൂ. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഒരു 75% ആവുമ്പോൾ അവിടെ ഇന്റേണിന്റെ ഒരു റിട്ടേൺ എക്സാമും ഓറൽ എക്സാമും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജനറൽ രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് ഒരു ഹോൾ പ്രോസസ് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇത്ര സിമ്പിൾ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെഡ്വെഞ്ചറിന്റെ ടീം യൂട്യൂബ് ചാനലിൽ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ക്യാപ്സിനെ കുറിച്ച് മാത്രമല്ല, ഒരു ഓസ്ട്രേലിയയിൽ ഒരു ഫാർമസിസ്റ്റ് ആകാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പോയിന്റ് A മുതൽ Z വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെരി ഹെൽപ്ഫുൾ വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം. അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ഐ എം നോട്ട് റിപ്പീറ്റിംഗ് ഇറ്റ് അഗൈൻ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് APCയുടെ സൈറ്റിൽ പോയിട്ട് വായിച്ചിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓൾവേസ് APCയുടെ സൈറ്റിൽ എല്ലാ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ട് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആണ് മെഡ്വെഞ്ചറിന്റെ ടീം അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടാലും നമുക്കെല്ലാം മനസ്സിലാവും. ഫ്രം ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ ആണ് പ്രൊസീജിയേഴ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളോടെ പറയുന്നുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ദ വീഡിയോ. ഞാൻ പറഞ്ഞതുപോലെ 4 സ്റ്റെപ്പായിട്ട് തിരിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ചെക്ക് ആണ്. അപ്പൊ എലിജിബിലിറ്റി ചെക്ക് എന്ന് പറഞ്ഞാൽ
നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് ഓസ്ട്രേലിയയിൽ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആണോ, അവരുടെ ക്രൈറ്റീരിയാസ് വെച്ച് നമ്മൾ എലിജിബിൾ ആണോ, അവരുടെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ ഡോക്യുമെന്റേഷൻ കമ്പയർ ചെയ്ത് എലിജിബിലിറ്റി ചെക്ക് ചെയ്യണം. അതിപ്പോ ഏത് രാജ്യത്തിൽ പോകണമെങ്കിലും നമ്മളത് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിപ്പോ ആർക്കാണെങ്കിലും എലിജിബിലിറ്റി മാൻഡേറ്ററി ആണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 8 weeks ഐ തിങ്ക് ഒരു 8 weeks ആണ് ടൈം ഫ്രെയിം പറയുന്നത് എലിജിബിലിറ്റി ചെക്കിന്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, നമുക്ക് ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു, ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ വാച്ച് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ മാക്സിമം 8 weeks ആണ് അവർ പറയുന്നത്. 8 to 12 weeksനുള്ളിൽ അവർ നമുക്ക് റിപ്ലൈ തരും. വിത്തിൻ 1 month കിട്ടുന്നവരും ഉണ്ട്. ഓക്കെ, സോ ഇൻ കേസ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ ഫർദർ ടൈം നമുക്ക് എക്സീഡ് ആയി പോകും. സോ മാക്സിമം എല്ലാവരും ഡോക്യുമെന്റേഷൻസിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ക്ലിയർ ആയിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്റ്റർ ഫോർ ദി ക്യാപ്സ് എക്സാം. എലിജിബിലിറ്റി ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തതിനു ശേഷം അവർ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത ശേഷം നമുക്ക് എലിജിബിൾ ആണ് എന്നുള്ളൊരു മെയിൽ അയച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ക്യാപ്സിന്റെ എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ആ ടൈം അനുസരിച്ച് എക്സാമിന് രജിസ്റ്റർ ചെയ്യും, എക്സാമിന്റെ സെന്റേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം, എക്സാം ഡേറ്റ് അതൊക്കെ വന്നതിന് ശേഷം എക്സാം സെന്ററും എക്സാം ഡേറ്റ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിറ്റ് ഫോർ ദി എക്സാം, ക്യാപ്സിന്റെ എക്സാം അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നാലാമത്തെ സ്റ്റെപ്പ് വെയിറ്റ് ഫോർ ദം, അതായത് അവര് റിസൾട്ട് തരുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. റിസൾട്ട് പോസിറ്റീവ് ആണ്, പാസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഫർദർ ഒന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, ഡിപ്പെൻസ്. സോ ഇത് പാർട്ട് 1 പാർട്ട് 2 ഒക്കെയാണ് നമ്മൾ ഫർദർ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതൊക്കെ കഴിഞ്ഞു, ക്യാപ്സും കഴിഞ്ഞു, നിങ്ങൾ പ്രൊവിഷണൽ രജിസ്ട്രേഷനും കഴിഞ്ഞാൽ പിന്നെയുള്ളതാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 ഇയറിന്റെ ആർലി ബേസ്ഡ് ആണ് ഇന്റേൺഷിപ്പ് അവിടെ ചെയ്തിരിക്കണം, മാൻഡേറ്ററി ആണ്. അതിനുശേഷം മാത്രമേ നമുക്ക് ജനറൽ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. സോ ആ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് നമ്മുടെ 75% സൂപ്പർവൈസ് പ്രാക്ടീസ് ആളിലായിരിക്കും ഇന്റേൺഷിപ്പ് നടത്തുന്നത്. 75% കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു ഇന്റേൺ റിട്ടേൺ എക്സാമും ഇന്റേൺ ഓറൽ എക്സാമും ഉണ്ട്. അങ്ങനെ ഈ റിട്ടേൺ എക്സാമും ഓറൽ എക്സാമും പാസ് ആയതിനു ശേഷം മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. ഇന്റേൺ റിട്ടേൺ എക്സാമും ക്യാപ്സ് എക്സാമിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ, ക്യാപ്സ് എക്സാം ഒരു ക്ലോസ്ഡ് എക്സാം ആണ്, അത് ക്ലോസ്ഡ് ബുക്ക് എക്സാം എന്ന് പറയും. നമ്മൾ സാധാരണ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ കണ്ടെഴുതാനോ മെറ്റീരിയൽസ് നോക്കി എഴുതാനൊന്നും പറ്റില്ലല്ലോ, അതുപോലെ ഒരു എക്സാം ആണ്, കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ക്യാപ്സ്. പക്ഷെ ഇന്ത്യൻ റിട്ടേൺ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിലധികം മെറ്റീരിയൽസും റെഫറൻസും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. ഓപ്പൺ ബുക്ക് ആണ്, നമുക്ക് നോക്കി എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇന്റേൺ റിട്ടേൺ എക്സാം. ഇതിനകത്ത് മെയിൻ ക്രൈറ്റീരിയ നമുക്ക് എവിടാ നോക്കേണ്ടതെന്ന് അറിയണം. ഓക്കെ, വിൽ ഹാവ് ടു നോ വേർ ടു സെർച്ച്. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നോക്കി എഴുതാം, വെബ്സൈറ്റ്സ് ഉപയോഗിക്കാം, പക്ഷെ എന്ത് നോക്കണം എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഇവിടുത്തെ ട്രിക്ക്. പിന്നെ ഒരു ഓറൽ എക്സാമും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് ജനറൽ രജിസ്ട്രേഷന് എലിജിബിൾ ആവുന്നത്. സ്കിൽ അസസ്മെന്റ് ഔട്ട്കം ഞാൻ പറഞ്ഞു, ഇറ്റ് കംപ്രൈസസ് ഓഫ് എലിജിബിലിറ്റി ചെക്ക് ആൻഡ് ക്യാപ്സ് റിസൾട്ട്. ക്യാപ്സ് പാസ് ആയതും എലിജിബിലിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റേഷൻ കഴിയുമ്പോഴാണ് നമുക്ക് സ്കിൽ അസസ്മെന്റ് ഔട്ട്കമ്മിന്റെ ഒരു റിസൾട്ട് വരുന്നത്, ഒരു മെയിൽ വരും. ആ മെയിൽ എന്തിനാന്ന് വെച്ചാൽ പിന്നെ ഫർദർ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്കിൽ അസസ്മെന്റ് ഔട്ട്കം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒന്ന്, വിസ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ്. പിന്നെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ഫാർമസി ബോർഡ് ഓഫ് ഓസ്ട്രേലിയ. ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് സ്കിൽ അസസ്മെന്റ് ഔട്ട്കം വേണ്ടതാണ്. വിസ അപ്ലൈ ചെയ്തതിനു ശേഷം മാത്രം, വിസയുടെ ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ. സോ ഇത് രണ്ടിനും, പ്രൊവിഷണൽ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഇന്റേൺഷിപ്പും ചെയ്യാൻ കഴിയുള്ളൂ. ഈ രണ്ടിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്കിൽ അസസ്മെന്റ് ഔട്ട്കം. അപ്പം ഇതിന്റെ ഒക്കെ മുന്നായിട്ട് ഇതിന് എലിജിബിൾ ആവണമെങ്കിൽ നിങ്ങൾക്കറിയാം, എല്ലാവരും ഫാർമസിസ്റ്റ് തന്നെ ആയിരിക്കണം. B.Pharm, M.Pharm ഒക്കെ, M.Pharm, Pharm D ഇതാണ് മെയിൻ ആയിട്ടും ഫാർമസി ക്വാളിഫിക്കേഷൻ. B.Pharmനല്ല, B.Pharm, M.Pharm ആൻഡ് Pharm D ആണ് ഫാർമസി ക്വാളിഫിക്കേഷൻ അവർ ആവശ്യപ്പെടുന്നത്. സോ യു ഷുഡ് ബി രജിസ്റ്റേർഡ് as pharmacist in the country where you graduated.
ഒന്നെങ്കിൽ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞൊരു ഫാർമസിസ്റ്റ് ആയിരിക്കണം. പക്ഷെ എല്ലാവരും അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞവരായിരിക്കില്ല. ചിലപ്പം ഇമീഡിയറ്റ് ഗ്രാജുവേറ്റ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ ലേറ്റ് ഡിലേ ആയിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അവർ എലിജിബിൾ ആണ്, രജിസ്ട്രേഷൻ എലിജിബിൾ ആണ് എന്നുള്ള ഒരു ഡോക്യുമെന്റ്സ് ഫാർമസി കൗൺസിൽ, നമ്മുടെ ഇപ്പൊ കേരള എന്നാണെങ്കിൽ കേരള ഫാർമസി കൗൺസിൽ നമുക്ക് അവർ എലിജിബിലിറ്റി ഒക്കെ കാണിക്കുന്ന രീതിയിൽ അവരോട് സംസാരിച്ചാൽ നമുക്ക് ഡോക്യുമെന്റേഷൻ വെക്കാൻ പറ്റും. പക്ഷേ അവർക്ക് എന്തായാലും രജിസ്ട്രേഷൻ ആണ് വേണ്ടത്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് അവർക്ക് വേണ്ടത്. പക്ഷെ അവർ നമുക്ക് ടൈം ഫ്രെയിം തരും. ആ സമയത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇറ്റ്സ് ബെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആ ഒരു എലിജിബിലിറ്റിക്ക് ലോഡ്ജ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയത്. കാരണം നമുക്ക് ഡിലേ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോഡ്ജ് ചെയ്താൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ ചെന്ന് കഴിഞ്ഞു. അപ്പൊ നമുക്ക് അത്രയും കൂടി അവര് പെട്ടെന്ന് നമുക്ക് നോക്കി, അപ്പൊ നമുക്കൊരു ടൈം ഫ്രെയിം തരും, ഇതിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ മൂവ് ചെയ്താൽ മതി. സോ ഇൻ കേസ് രജിസ്ട്രേഷൻ കഴിയാത്തവരാണെങ്കിൽ എത്രയും വേഗം രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യുക. മീൻ വൈൽ സ്കിൽ അസസ്മെന്റിനുള്ള കാര്യങ്ങൾ ലോഡ്ജ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ള ഡോക്യുമെന്റ്സ് ലോഡ്ജ് ചെയ്യുമ്പോൾ എലിജിബിലിറ്റി ഇങ്ങനെ ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ എലിജിബിൾ ആണ്, ഇല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എലിജിബിൾ ആണെന്നൊക്കെ ഉള്ള ഒരു ഡോക്യുമെന്റേഷൻ കാണിച്ചാൽ ഡെഫിനറ്റ്ലി അവർ കുറച്ച് കഴിഞ്ഞ് ഒരു മെയിൽ അയക്കും, ഇന്ന ഡോക്യുമെന്റ് വേണം എന്ന് പറഞ്ഞു. അപ്പം അത്രയും കൂടെ ടൈം ഫ്രെയിം നമുക്ക് അവർ തരികയാണ്. ഓക്കെ, പിന്നെ രജിസ്റ്റേർഡ് as pharmacist in other country. ഇപ്പൊ ഇൻ കേസ് ഹോം കൺട്രിനല്ല രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ registration in another country where the registration authority is recognized by APC, അതായത് ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററിംഗ് അതോറിറ്റിയാണ് നമുക്ക് ആ ഒരു ഡോക്യുമെന്റേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. സ്കിൽ അസസ്മെന്റ് സ്ട്രക്ചർ. ഓക്കെ, സ്കിൽ അസസ്മെന്റ് സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഡീറ്റെയിൽ ആണിത്. Process for requesting skill assessment outcome has two parts: passing the eligibility check, passing the CAPS examination. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. There is no expiry on the eligibility check. സോ നമ്മൾ സ്കിൽ എലിജിബിലിറ്റി ചെക്ക് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കൺട്രീസിലും ഏതൊരു കോഴ്സ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും ഈ എലിജിബിലിറ്റി ചെക്ക് മാൻഡേറ്ററി ആണ്. ഫാർമസി തന്നെ അല്ല പറയുന്നത്. ഇപ്പൊ ഈ എലിജിബിലിറ്റി ചെക്ക് ഇത് എക്സ്പയറി ഇല്ലാത്തൊരു കാര്യമാണ്. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, ഒരു എമൗണ്ട് ഉണ്ട്, ആ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, അതിന് എക്സ്പയറി ഇല്ല. പക്ഷെ ക്യാപ്സ് അങ്ങനെയല്ല. ക്യാപ്സ് എഴുതി കഴിഞ്ഞ് നമ്മൾ പാസ് ആവുന്ന ഡേറ്റ് മുതൽ 3 വർഷം വരെയാണ് ക്യാപ്സിന്റെ വാലിഡിറ്റി ഉള്ളത്. സോ അതെല്ലാവരും നോട്ട് ചെയ്യുക. ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പിന് അവിടെ കയറിയിരിക്കണം. ഓക്കെ, സോ ക്യാപ്സ് എഴുതി കഴിഞ്ഞ് പാസ്സായി 3 വർഷത്തിനാണ് അവിടുത്തെ വാലിഡിറ്റി. പക്ഷെ എലിജിബിലിറ്റിക്ക് വാലിഡിറ്റി ഇല്ല. ടൈം ഫ്രെയിം ഞാൻ പറഞ്ഞതുപോലെ എലിജിബിലിറ്റി ചെക്കിന് 8 to 12 വീക്സ് എടുക്കും. എക്സാം ഡേറ്റ് എന്ന് പറയുമ്പോൾ എക്സാം ഡേറ്റ് ഒക്കെ APC ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും APC അഡ്വഞ്ചറുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി APCയുടെ സൈഡിൽ നോക്കി അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് സെന്റേഴ്സും ഡേറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാവുന്നതാണ്. കോസ്റ്റ് വരുന്നത് എലിജിബിലിറ്റി ചെക്കിന്, ഇത് മെഡ്വെഞ്ചറിന്റെ ടീമിനോ ഇതായിട്ട് ഒന്നും ബന്ധമില്ല. നേരെ APCയുടെ സൈറ്റിലാണ് ഇത്. ഈ എലിജിബിലിറ്റി ചെക്കിന്റെയും എക്സാം രജിസ്ട്രേഷൻ ഒക്കെ നേരിട്ട് APC സൈറ്റ് വഴിയാണ് നമ്മൾ ഇത് പേയ്മെന്റ് ചെയ്യുന്നത്. പിയേഴ്സൺ ആണ് ഈ ഒരു എക്സാം സെന്റേഴ്സ്, പിയേഴ്സിന്റെ എക്സാം സെന്റേഴ്സ് ആണ് ക്യാപ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അവര് ത്രൂ ആണ് നമ്മൾ ഈ മണി ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഫീസ് ഒക്കെ അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫീസാണ്, ഒന്നും കൂടുതലോ കുറവോ അല്ല. ഫിക്സ്ഡ് ആയിട്ടുള്ള APCയുടെ സൈറ്റിൽ തന്നെയുള്ള ഫീസാണിത്. ഓസ്ട്രേലിയൻ ഡോളേഴ്സിലാണ്. കൂടുതലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് പേയ്മെന്റ് നടത്തേണ്ടി വരിക. ക്രെഡിറ്റ് കാർഡ് ആണ്, ഓസ്ട്രേലിയൻ ഡോളേഴ്സിലാണ് ഇത് അയക്കേണ്ടത്. സോ എലിജിബിലിറ്റി ചെക്കിന് ഫിക്സ്ഡ് ആയിട്ട് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് 1310 ആണ് വരുന്നത്. വെരസ് എക്സാം ക്യാപ്സിന്റെ എക്സാമിന്റെ ഫീ എന്ന് പറയുന്നത് 2230 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. നിങ്ങൾ തന്നെ അത് ഇന്ത്യൻ കറൻസിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇത് ഫിക്സ്ഡ് ആണ്. APCയുടെ സൈറ്റിലുള്ള എക്സാം ഫീസ് ആണിത്. ഇനി നമുക്ക് കൂടുതലും മെഡ്വെഞ്ചർ ടീമിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക, അല്ലെങ്കിൽ
മെഡ്വെഞ്ചർ ടീം എങ്ങനെയാണ് നിങ്ങളെ ഓരോ സ്റ്റുഡൻസിനെയും ക്യാപ്സ് എന്ന ഡ്രീം അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ സഹായിക്കുക എന്നാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ക്യാപ്സിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് എൻറ്റയർലി ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ ആയിട്ടല്ല, എൻറ്റയർലി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഷെഡ്യൂൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസിൽ തന്നെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ റെഗുലർ ആയിട്ടുള്ള ഡെയിലി കാര്യങ്ങളൊന്നും മാറ്റി വെക്കാതെ തന്നെ ജോലിക്കും കാര്യങ്ങൾക്കും ഒന്നും പ്രശ്നം ഉണ്ടാവാതെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആവുമ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ആ ടൈം, ഒരു ദിവസം ഇത്ര ടൈം ക്യാപ്സിന്റെ പഠിത്തത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അതിന് ഒരു മാറ്റം വരാതെ ഓൺലൈൻ ആണെന്ന് വിചാരിച്ചിട്ട് ഉഴപ്പാതെ കറക്റ്റ് ആയിട്ട് ആ ഒരു നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ചോയ്സ്. നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. യു കെൻ ഡൗൺലോഡ് ഇറ്റ് ആൻഡ് പർച്ചേസ് ദി ക്യാപ്സ് പ്രോഗ്രാം. പിന്നെ ഈ ക്യാപ്സ് പ്രോഗ്രാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്താൽ വിത്ത് 1 ഇയറിന്റെ വാലിഡിറ്റി ആണ് ഉള്ളത്. ഓക്കെ, 1 ഇയർ വാലിഡിറ്റി ആണ് ക്യാപ്സിന്റെ കോച്ചിങ്ങിനുള്ളത്. സോ നമ്മളിവിടെ ക്യാപ്സ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഹോൾ കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലാതെ 4 സെപ്പറേറ്റ് പാർട്സ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം ക്യാപ്സ് 2 പേപ്പർ ആയിട്ടാണ് അവൈലബിൾ. അതില് ടോട്ടലി 4 സബ്ജക്ട്സ് ആണ്. സോ ഇവിടെ മെഡ്വെഞ്ചർ ടീം പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഹോൾ കോഴ്സ് ആയിട്ട് ഈ 4 പാർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒറ്റ കോഴ്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഈ 4 പാർട്ടും 4 പാർട്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പാർട്ടില് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, അടുത്ത പാർട്ടില് ഫാർമക്കോളജി, അടുത്തതിൽ ഫാർമസ്യൂട്ടിക്സ്, അടുത്തതിൽ ഫാർമക്കോതെറപ്യൂട്ടിക്സ്. സോ ഒരു സ്റ്റുഡന്റിന് ഇത് ഒന്നെങ്കിൽ ഒരു ഹോൾ ക്യാപ്സ് കോച്ചിങ് കോഴ്സ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ഓഫ് ചൂസിങ് സെപ്പറേറ്റ്ലി. അതായത് ഒരു സ്റ്റുഡന്റിന് 4 സബ്ജക്ട് ഒരുമിച്ച് വേണ്ട, ഒരു സബ്ജക്ട് മാത്രം ഇപ്പൊ മതി എന്നുണ്ടെങ്കിൽ യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ചൂസ് ദാറ്റ് 1 സബ്ജക്ട് അലോൺ. ഇപ്പം ഒരു സ്റ്റുഡന്റിന് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആണ് ഇപ്പം പർച്ചേസ് ചെയ്യേണ്ടേ, വേറെ ഒന്നും ഇപ്പൊ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന കോഴ്സ് മാത്രം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഫീസ് അത്രയും ആവുള്ളൂ. ഫീസിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇൻ കേസ് 4ഉം ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിനാണെങ്കിൽ 1 ഹോൾ കോഴ്സ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ദ ഫ്ലെക്സിബിലിറ്റി ദാറ്റ് വി ആർ പ്രൊവൈഡിങ്. പിന്നെ ഇത് ഇൻസ്റ്റാൾമെന്റ്സിൽ, ബിക്കോസ് ക്യാപ്സ് ഇസ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾമെന്റ്സിൽ പേ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീ ഫോർ ഈച്ച് പാർട്ട് വിൽ ബി Indian rupees 22,500. അപ്പം ഓരോ കോഴ്സിനും 22,500 വെച്ചിട്ടാണ് നമ്മൾ ഫീസ് വരുന്നത്. ഒരു കോഴ്സിന് 22,500 ആണ് നമ്മുടെ ഫീസ് വരുന്നത്. പേയ്മെന്റ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ 4 സബ്ജക്റ്റും കൂടെ ഒരുമിച്ച്, അതായത് 1 ഹോൾ കോഴ്സ് മേടിക്കുന്നവർക്ക് 1 lakh rupees ആണ് നമ്മുടെ എക്സാം കോച്ചിങ് ഫീ ആയിട്ട് പറയുന്നത്. ഓക്കെ, 4 സബ്ജക്ട്, അതായത് 1 ഹോൾ കോഴ്സ്, ക്യാപ്സ് ഹോൾ കോഴ്സ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 lakh ആണ് നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അതല്ല 1, 2, 3 സബ്ജക്ട്സ് ആയിട്ടാണ് ഇപ്പം മേ ബി ഒരു 3 സബ്ജക്ട് മതി, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് കൂടെ ആണെങ്കിൽ 3 സബ്ജക്ട് 75,000 റുപ്പീസിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ 1 സബ്ജക്റ്റും കൂടെ വേണമെന്ന് തോന്നുന്ന സമയം മാത്രം നിങ്ങൾക്ക് 1 സബ്ജക്റ്റിന്റെ പേയ്മെന്റ് ചെയ്ത് ആ ഒരു സബ്ജക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇഫ് ഇറ്റ്സ് 2 സബ്ജക്ട്സ്, ഓക്കെ, ദാറ്റ് ഈസ് ഒരു മേ ബി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ഫാർമക്കോളജിയും ആണ് നിങ്ങൾക്ക് ഇപ്പം പർച്ചേസ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് 50,000 ആയിരിക്കും ടോട്ടൽ ഫീ വരുന്നത്. ഇൻ കേസ് ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ 25,000 ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ആപ്പിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. യു ക്യാൻ ആക്സസ് ദിസ് ഇൻ അവർ ആപ്പ്. എന്തെങ്കിലും ഡൗട്ട്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മെഡ്വെഞ്ചറിന്റെ ടെക്നിക്കൽ ടീം ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓരോ കോൺടാക്ട്സും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെടും. സോ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ ആപ്പ് യൂസ് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ഓൾവേസ് ടെക്നിക്കൽ ടീം അവൈലബിൾ ആണ്. കോൺടാക്ട്സ് വിൽ ബി ഷെയർ. നിങ്ങൾക്ക് ആപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മൈ കോഴ്സസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാപ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ ഫസ്റ്റ് കാണുന്ന പിക്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഒരു ഫോൾഡർ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട്
കണ്ടന്റ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഇൻട്രൊഡക്ഷൻ വീഡിയോ ജനറൽ ആണ്, അല്ലാതെ 4 പാർട്ട് കണ്ടോ, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമക്കോതെറപ്യൂട്ടിക്സ്. ഈ 4 ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ എന്താണോ പർച്ചേസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ആക്സസ് തരിക. നിങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആൻഡ് ഫാർമക്കോളജി ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ഇയറിലേക്ക് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയുടെയും ഫാർമക്കോളജിയുടെ കണ്ടന്റിന്റെ എല്ലാ റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ബട്ട് ഫാർമസ്യൂട്ടിക്സ് ആൻഡ് ഫാർമക്കോതെറപ്യൂട്ടിക്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഡിപെൻഡ്സ് ഓൺ വാട്ട് യു ആർ പർച്ചേസിങ് ഓർ വിച്ച് സബ്ജക്ട്സ് യു ആർ പർച്ചേസിങ്. നിങ്ങൾ പർച്ചേസ് ചെയ്തതിനു ശേഷം ഇപ്പം ഹോൾ കോഴ്സ് ആയിട്ടാണെങ്കിൽ എല്ലാ റെക്കോർഡഡ് വീഡിയോസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് മാത്രമല്ല നമുക്ക് ഓരോ ടോപ്പിക്കും, ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ്. സോ യു മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ദ മോക്ക് ടെസ്റ്റ്, ഓക്കെ, ആൻഡ് അൺലിമിറ്റഡ് നമ്പർ ഓഫ് ടൈംസ് ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. സോ മോക്ക് ടെസ്റ്റിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിന്റെ പോലെ ഒരു സിമിലർ ആയിട്ട് ഒരു സ്റ്റിമുലേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മോക്ക് ടെസ്റ്റ് തരുന്നത്. ആദ്യമൊക്കെ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും, പക്ഷെ എന്നാലും കീപ് ഡൂയിങ് ഇറ്റ്, കീപ് പ്രാക്ടീസിങ് ഇറ്റ്. ഒരിക്കലും മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ബൈ ഹാർട്ട് ചെയ്ത് നിങ്ങൾ പോകാനല്ല ഒരിക്കലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് ഇസ് ജസ്റ്റ് ടു ഗെറ്റ് യു ദ റിയൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഒരു എക്സ്പീരിയൻസ് ആകാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് മോക്ക് ടെസ്റ്റ് തരുന്നത്. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടൈമിന് എക്സാം തീർക്കുക എന്നുള്ളതും മാത്രമല്ല, ക്വസ്റ്റ്യൻസിന് കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് അത് ചിന്തിക്കാനുള്ള രീതി നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടായിരിക്കും. പക്ഷെ ഡോണ്ട് വറി, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റക്ക് ആയാൽ ഗോ ബാക്ക്, ഓക്കെ, റിവൈസ് ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് മാത്രം റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ റെക്കോർഡിംഗ് ഒന്നുകൂടെ കേൾക്കുക, കം ബാക്ക് ആൻഡ് ഡു ഇറ്റ് അഗൈൻ. ഡെഫിനറ്റ്ലി നിങ്ങൾ improve on. That's how you practice mocks. That's how you improve mocks. Okay, so unlimited number of times, so anytime you want you can do the mocks. Do practice it. Additionally, our CAPS qualified faculty will be available to assist you in clearing any academic related doubts and concerns. For academics, Medventure team of faculty under, I'll be introducing them in the further slides. ഈ പറയുന്ന അക്കാഡമിക് ഫാക്കൽറ്റി മെമ്പേഴ്സ് മിക്കവരും ക്യാപ്സ് ക്വാളിഫൈഡ് ആണ്. അപ്പം റീസെന്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരും അല്ലാതെ വർക്ക് ചെയ്യുന്നവർ, റിസർച്ച് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് നമുക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫാക്കൽറ്റി മെമ്പേഴ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാലും അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ട് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് അവർക്ക് വാട്സാപ്പിൽ ടെക്സ്റ്റ് ചെയ്യാം. ഈച്ച് ആൻഡ് എവറി ടീച്ചേഴ്സിന്റെ കോണ്ടാക്ട്സ് നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് all of you will be given individual mentors. Okay, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിനോട് ഡൗട്ട്സ് ചോദിക്കാം. അവരുടെ മിക്കവരും വർക്ക് ചെയ്യുന്നത് കൊണ്ട് 24/7 അവർ അവൈലബിൾ അല്ലെങ്കിലും ഫ്രം ഈവനിങ് അവർ അവൈലബിൾ ആയിരിക്കും. സോ 1 by 1 നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് വരുന്നത് ഡെഫിനറ്റ്ലി അവരോട് ചോദിക്കാം, ആൻഡ് they will be clearing it. അപ്പൊ they'll provide you with resource like frequently asked questions and topics. ഞാൻ പറഞ്ഞതുപോലെ ആ ടീച്ചിങ് ഫാക്കൽറ്റി നോൺ ആസ് മെഡ്വെഞ്ചർ ഗൈഡ്സ്. നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ളവർ ക്യാപ്സ് ക്വാളിഫൈഡും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ക്ലിനിക്കൽ ഫാർമസിസ്റ്റും ഒക്കെയാണ്. ഡോക്ടർ കൃപ വർഗീസ്, ദാക്ഷായണി ദിലീപ്, ഡോക്ടർ റിലി അനിൽ മാത്യു, ഡോക്ടർ ജിക്കു മാരിയം വർഗീസ്, ജെയിൻ ടി കെ, ഡോക്ടർ ആദിത്യ സുനിൽ, ഡോക്ടർ കാവ്യ കാത്തറിൻ, ഡോക്ടർ റെഹന ജോൺ, ഇവർ ഇത്രയും പേരും ക്യാപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. പിന്നെ നമുക്ക് ക്യാപ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനുള്ള മെന്റേഴ്സ് എന്ന് പറയുന്നത് അനസ് എൻ, ഡോക്ടർ കാവ്യ കാത്തറിൻ, ഡോക്ടർ എൽദോ മാത്യു പോൾ, ഡോക്ടർ ഗ്ലാഡ്സൻസ് കാരിയ, ഡോക്ടർ മുഹമ്മദ് ജിലാനി എസ്, ഡോക്ടർ ചിഞ്ചു പ്രസാദ് ആൻഡ് സുദീപ് കെ ജി. ഇവരാണ് ഇവരും നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നതും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇവർ വർക്ക് ചെയ്യുന്ന ഫാർമസിസ്റ്റും ക്ലിനിക്കൽ റിസർച്ചിൽ വർക്ക് ചെയ്യുന്നവരും ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഒക്കെയാണ്. ഡെഫിനറ്റ്ലി ദേ വിൽ ബി എ ഹ്യൂജ് ഹെൽപ്പ് ഫോർ യുവർ സക്സസ്. കൺക്ലൂഷൻ ആയിട്ട് കുറച്ച് ഗോൾഡൻ പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. മെഡ്വെഞ്ചർ ടീമിൽ ഫസ്റ്റ് 20 സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യുന്ന ഫസ്റ്റ് 20 സ്റ്റുഡൻസിന് ദേ ഗെറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹10,000 ഈച്ച്. 10,000 ഡിസ്കൗണ്ട്
ഫസ്റ്റ് 20 സ്റ്റുഡൻസ് ഹു ജോയിൻ മെഡ്വെഞ്ചർ ടീമിനുണ്ട്. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു മെഡ്വെഞ്ചർ സ്റ്റുഡൻറ് ഓൾറെഡി മെഡ്വെഞ്ചർ അക്കാഡമിയിൽ എൻറോൾ ചെയ്ത് മറ്റ് എക്സാം GCC കൺട്രീസിന്റെ എക്സാമിനൊക്കെ നേരത്തെ എൻറോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവര് തന്നെയാണ് ഈ ഒരു ക്യാപ്സ് കോച്ചിങ്ങിന് മുന്നോട്ട് താല്പര്യപ്പെടുന്ന ഉണ്ടെങ്കിൽ they will get a discount of ₹5,000 each. Okay, so that's a golden point. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ കൂടെ രജിസ്റ്റർ ചെയ്യുന്ന ഓരോരുത്തർക്കും will be getting the hard copies of the study materials sent to your provided address. Okay, and it depends on the number of subjects you choose. Okay, എല്ലാം നിങ്ങളുടെ നമ്പർ ചൂസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. 4 ഹോൾ പാർട്ടായിട്ടാണ് എടുക്കുന്നതെങ്കിൽ 4ന്റെയും മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒന്നാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു പാർട്ടിന്റെ മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുക. അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസും അവൈലബിൾ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ക്ലാസ്സസും റെക്കോർഡഡ് ആണ് ആൻഡ് അവൈലബിൾ 24/7 in our app. Mock tests are available after each chapter and it is available to do unlimited times. പിന്നെ പറയുന്നത് ഡോക്യുമെന്റേഷന്റെ കാര്യമാണ്. ഞാൻ ഓൾറെഡി ഡോക്യുമെന്റേഷന്റെ കാര്യം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആ വേണ്ടതെന്നൊക്കെ പറഞ്ഞു, ഒരു വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മുടെ മെഡ്വെഞ്ചർ ടീം ഡോക്യുമെന്റേഷൻ ചെയ്യുന്നില്ല. വി ജസ്റ്റ് പ്രൊവൈഡിങ് വിത്ത് ക്യാപ്സ് കോച്ചിങ് ഓൺലി അക്കാഡമിക്സ്. പക്ഷെ മെഡിച്ചർ കൺസൾട്ടൻസി എന്ന് പറയുന്ന നമ്മുടെ തന്നെ നമുക്ക് തന്നെ ടൈപ്പ് ഉള്ള ഒരു കൺസൾട്ടൻസി ഉണ്ട്. അവർക്ക് നിങ്ങൾക്ക് ഡോക്യുമെന്റ് സ്കിൽ അസസ്മെന്റിന്റെ കാര്യത്തിലും രജിസ്ട്രേഷൻ എക്സാം ബുക്ക് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഈ മെഡിച്ചർ കൺസൾട്ടൻസി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. സോ യു ക്യാൻ കോൺടാക്ട് വിത്ത് ദം. ഞങ്ങൾ കോൺടാക്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ മേക്ക് യു കീപ് ഇൻ ടച്ച് വിത്ത് ദം. അങ്ങനെ അവർക്ക് ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കൺസൾട്ടൻസി ആയാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നെങ്കിലും ദാറ്റ്സ് അപ് ടു യു. എക്സാം ഡേറ്റും ഡോക്യുമെന്റേഷനും ഒക്കെ അവർ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞ് ക്യാപ്സ് പാസ്സായവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസിന് കുറച്ചും കൂടെ ഒരു വൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈപ്പ് ഉള്ള ഫാർമസി മാനേജേഴ്സ് ഉണ്ട്. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ കറന്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഫാർമസി മാനേജേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കോൺടാക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന് അസിസ്റ്റൻസ് അല്ല. അവിടെ വർക്ക് ചെയ്യുന്നവരായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ഫോം ചെയ്ത് തരും. ആൻഡ് ഫർദർ നിങ്ങൾ തന്നെ അത് പ്രൊസീഡ് ചെയ്താൽ മതി. സോ ഇത്രയാണ് നമ്മൾ ഫ്രം ദി മെഡ്വെഞ്ചർ ടീം we are planning to provide you guys with. So എല്ലാവർക്കും once again all the very best. Thank you. ക്യാപ്സിന്റെ എക്സാം ഫോർമാറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ടോട്ടലി ഒരു 200 ക്വസ്റ്റ്യൻ ആണ് ക്യാപ്സിനുള്ളത്. 2 പാർട്ടായിട്ടാണ് ക്യാപ്സ് തിരിച്ചേക്കുന്നത്. ഒരു ക്യാപ്സ് എക്സാം എന്ന് പറയുമ്പോൾ അത് 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഡീറ്റെയിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ്. ഓവർ 2 hours, അതായത് ഒരു പേപ്പറിന് 2 മണിക്കൂറാണ് ഒരു സമയം തന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടലി 4 മണിക്കൂറാണ് ഒരു എക്സാം എന്ന് പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു 60 minute ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ട് ബിറ്റ്വീൻ ദ 2 പേപ്പേഴ്സ്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1ന് മാത്രം നിങ്ങൾക്ക് 2 മണിക്കൂർ ഉണ്ടാവും. പേപ്പർ 2ന് അഡീഷണൽ 2 മണിക്കൂർ ഉണ്ടാകും. ടോട്ടൽ 4 മണിക്കൂർ. ഇൻ ബിറ്റ്വീൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2, അതായത് പേപ്പർ 1 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേപ്പർ 2ലേക്ക് നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല. ഒരു 60 minutes ഷെഡ്യൂൾ ബ്രേക്ക് ആണ്. ആ 60 minutes നിങ്ങൾ മുഴുവൻ ഉപയോഗിച്ചാലും നിങ്ങളുടെ എക്സാം ടൈം 2 മണിക്കൂർ തന്നെ ആയിരിക്കും. അതിൽ എഫക്ട് ചെയ്യില്ല. പക്ഷെ ഐ സജസ്റ്റ് 60 minutes മുഴുവൻ എടുക്കാതെ ഒരു 30 minutes or 15 minutes ഒക്കെ നിങ്ങൾക്ക് ബ്രേക്ക് മതി. ബ്രേക്ക് ഡെഫിനറ്റ്ലി എടുക്കുക, ബട്ട് നോട്ട് മോർ ദൻ 30 minutes is required. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു 30 minutes ധാരാളമായിരിക്കും. സോ ആ ഒരു 30 minutes അറ്റ്ലീസ്റ്റ് ബ്രേക്ക് എടുത്ത് നിങ്ങൾക്ക് പേപ്പർ 2 സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഒരു കറക്റ്റ് ആൻസർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ക്യാപ്സ് ഒരു ക്ലോസ്ഡ് ബുക്ക് എക്സാം ആണ്. പുറത്തുനിന്നുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും റെഫറൻസും ഒന്നും നമുക്ക് എക്സാമിന്റെ ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല. ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ. എക്സാമിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 ആണുള്ളത്. പേപ്പർ 1 pharmaceutical chemistry, physiology and pharmacology. So paper 1 consists of pharmaceutical chemistry, physiology and pharmacology. അപ്പൊ അതിൽ തന്നെ
ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഒരു 30%, ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി ഒരു 70%. അതായത് ടോട്ടൽ ഒരു 100%-ല് 70% ഫിസിയോളജിയും ഫാർമക്കോളജി ആയിരിക്കും. ബാക്കി 30% കെമിസ്ട്രി ആയിരിക്കും. പേപ്പർ 2 എന്ന് പറയുമ്പോൾ അതിലുള്ള 2 സബ്ജക്ട് ഫാർമസ്യൂട്ടിക്സും തെറപ്യൂട്ടിക്സും ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് തെറപ്യൂട്ടിക്സ് ആണ്, ഫാർമക്കോ തെറപ്യൂട്ടിക്സ്. അത് 70%-ഉം ഫാർമസ്യൂട്ടിക്സ് 30%-ഉം ആണ് പേപ്പർ 2-ലുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. 70% ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി ആൻഡ് 30% ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഇൻ പേപ്പർ 1, 70% തെറപ്യൂട്ടിക്സ് ആൻഡ് 30% ഫാർമസ്യൂട്ടിക്സ് ഇൻ പേപ്പർ 2. ഇങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. ഇനി സ്കോറിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഒരു പേപ്പറിലുള്ളത്. അങ്ങനെ ടോട്ടൽ 200. ആ 200 ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിടാതെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. കാരണം ഇവിടെ പ്ലസ് പോയിന്റ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ക്യാപ്സ് എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് റോങ് ആയാലും കുഴപ്പമില്ല. ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക, ഒന്നും അറ്റൻഡ് ചെയ്യാതെ വിടരുത്. To pass the exam, you need a mark of at least 50% in all subsections of the exam. അതായത് എല്ലാ പേപ്പർ 1-നും പേപ്പർ 2-ലും ഓരോ സബ്ജക്റ്റ് ആണ്. ടോട്ടൽ 4 സബ്ജക്ട്. പേപ്പർ 1-ന്റെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് 50% മാർക്ക് വേണം. അതായത് പേപ്പർ 1-ല് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിക്ക് 50% വേണം, ഫാർമക്കോളജി ആൻഡ് ഫിസിയോളജിക്കൽ 50%. അതായത് 30% ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലൊരു 50%-ഉം നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് ആയിരിക്കണം. ഓക്കെ, അതായത് ഒരു 20 ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ആണ്. 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 10 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഫാർമക്കോളജി ഫിസിയോളജിയിലും 50% നിങ്ങൾ എടുക്കണം. പേപ്പർ 2-ലും ഫാർമസ്യൂട്ടിക്സിൽ 50% നിങ്ങൾ എടുക്കണം, തെറപ്യൂട്ടിക്സിൽ 50. ഒരിക്കലും പേപ്പർ 1 ഓവറോൾ 50 അല്ല, ഈച്ച് സബ്ജക്ട്. ഓക്കെ, ഈച്ച് സബ്ജക്റ്റിന് 50% എടുത്താൽ മാത്രമാണ് നിങ്ങൾ ക്യാപ്സ് പാസ് ആവുന്നത്. സോ ഓവറോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ 50 വേണം. ഈച്ച് സബ്ജക്റ്റിന് ഓവറോൾ 50% ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ക്യാപ്സ് പാസ് ആവുള്ളൂ. ചില എക്സാമിന് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡൻസിന് ഒന്നെങ്കിൽ പേപ്പർ 1 മാത്രം പാസ്സായി പേപ്പർ 2 പാസ് ആവാത്ത സ്റ്റുഡൻസ് ഉണ്ടാകും. അതായത് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ 50%, കോളജി ആൻഡ് ഫിസിയോളജിയിൽ 50% കിട്ടി, പക്ഷെ സ്യൂട്ടിക്സിൽ 50% കിട്ടാതെ, തെറപ്യൂട്ടിക്സിൽ 50% കിട്ടാതെ അല്ലെങ്കിൽ കിട്ടിയോ കാൽക്കുലേഷൻ വരുമ്പം പേപ്പർ 2-ൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റിലും 50% ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് നിങ്ങൾ പേപ്പർ 2 ഫെയിൽ ആയി. പക്ഷെ പേപ്പർ 1 നിങ്ങൾ പാസ്സായി. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ക്യാപ്സ് എക്സാമിന് ഡെഫിനറ്റ്ലി ഇരിക്കാൻ പറ്റും. അവിടെ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം രണ്ടും അറ്റൻഡ് ചെയ്യണമെന്നില്ല. പേപ്പർ 2 ആണ് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പേപ്പർ 2 മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഹോൾ രജിസ്ട്രേഷൻ ഫീസ്, അതായത് ആ എക്സാം ഫീ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാം ഫീ അതുപോലെ തന്നെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ഒന്നുകൂടെ. അല്ലാതെ അതൊരു ഫിക്സ്ഡ് റേറ്റ് ആണ്. ക്യാപ്സ് എക്സാമിന് ഇതൊരു ഫിക്സ്ഡ് റേറ്റ് ആണ്. പേപ്പർ 1 എഴുതിയാലും പേപ്പർ 2 എഴുതിയാലും രണ്ടും ഒരുമിച്ച് എഴുതിയാലും ഫിക്സ്ഡ് റേറ്റ് ആണ്. ഫീസിന് മാറ്റമില്ല. ബട്ട് യു ഡോണ്ട് ഹാവ് ടു അപ്പിയർ ഫോർ ബോത്ത് ദി എക്സാം ഇഫ് യു ഫെയിൽഡ് ഫോർ വൺ. ഇനി നമുക്ക് സിലബസ് എന്താ നോക്കാം. ക്യാപ്സിന്റെ സിലബസ് അപ്പൊ നമ്മൾ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. കണ്ടന്റ് എന്താന്ന് പറഞ്ഞു, കൂടുതൽ പേപ്പർ 1-ലും പേപ്പർ 2-ലും എന്താന്ന് പറഞ്ഞു. ഇനി പേപ്പർ 1-ന്റെ സബ്ജക്ട്സ് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. സോ പേപ്പർ 1-ൽ ഫസ്റ്റ് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ മെയിൻ ആയിട്ടും ഓർഗാനിക് കെമിസ്ട്രിയിൽ ബേസിക് സ്ട്രക്ചേഴ്സ് ഓഫ് അമൈൻ, അമൈഡ്, ഇൻഡോൾ, ക്വിനലോൺസ്, ഇതൊക്കെയാണ് ബേസിക് സ്ട്രക്ചേഴ്സ് ഇല്ലേ, അതാണ് കൂടുതലും. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് കെമിസ്ട്രി, അതിലൊരു 3 മുതൽ 4 ക്വസ്റ്റ്യൻ വരെ ബേസിക് സ്ട്രക്ചറിന്റെ മാത്രമായിട്ട് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3-4 ക്വസ്റ്റ്യൻസോളം നമുക്ക് ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഉള്ളത് മെഡിസിനൽ കെമിസ്ട്രി ആണ്. SAR-ഉം ബേസിക് സ്ട്രക്ചേഴ്സും പെനിസിലിൻസ്, അതായത് ഈ ഡ്രഗ്സിന്റെ പെനിസിലിൻ, സെഫ്ലോസ്പോറിൻ, ട്രൈസൈക്ലിക് ആന്റി ഡിപ്രസൻസ്, ഡയററ്റിക്സ്, എപ്പിനെഫ്രിൻ, ബാർബിറ്റുരിക് ആസിഡ്, ഫെനറ്റോയിൻ, മോർഫിൻ, ഇതുപോലത്തെയുള്ള ഡ്രഗ്സിന്റെ സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ്, അതാണ് SAR എന്ന് പറയുന്നത്. അതിന്റെ ബേസിക് സ്ട്രക്ചറും അതിന്റെ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് സ്ട്രക്ചർ, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും മെഡിസിനൽ കെമിസ്ട്രി അണ്ടറിൽ വരുന്നതാണ്. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഫാർമക്കോളജി ആൻഡ് മെഡിസിനൽ കെമിസ്ട്രി ഓഫ് ഡ്രഗ്സ് അഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം,
medicinal chemistry of cardiovascular and diuretic drugs, autocoids and NSAIDs, endocrine and related drugs. അപ്പോൾ ഇതിന്റെയൊക്കെ SAR-ഉം പ്രിൻസിപ്പിൾസും ഒക്കെയാണ് പഠിക്കേണ്ടത്. Drug metabolism, about phase 1 and phase 2 drug metabolism pathways. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഈ ഡ്രഗ് മെറ്റബോളിസത്തിൽ നിന്ന് മാത്രം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രി ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സ്റ്റീരിയോ കെമിസ്ട്രി നിങ്ങൾക്ക് ഐസോമേഴ്സിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ട്, ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്, ഇനാൻഷ്യോമേഴ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. സ്റ്റീരിയോ കെമിസ്ട്രി ഡെഫിനറ്റ്ലി ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്പെക്ടഡ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. സോ അതിൽ മോർ ഫോക്കസ് ചെയ്യണം. പിന്നെ ഫിസിക്കൽ ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രി അതിൽ പറയുമ്പോൾ കൈനറ്റിക്സ്, ആസിഡ് ബേസ്, ഫേസ് ഇക്വിലിബ്രിയം ഒക്കെയാണ്. അനലിറ്റിക്സ്, അനാലിസിസ് ഒക്കെ പറയുമ്പോൾ സ്പെക്ട്രോസ്കോപ്പി, റിഡോക്സ് റിയാക്ഷൻ, ആസിഡ് ടെക്നിക്, ഡയഗ്നോസ്റ്റിക് ഏജൻസ്. ഇതിൽ വളരെ ഒത്തിരി ഡീപ്പായിട്ട് അത് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ. അത്ര ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അനലിറ്റിക്സിനകത്ത് കാണാറില്ല. ഡെഫിനറ്റ്ലി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ബയോകെമിസ്ട്രി, നോമൻക്ലേച്ചർ, സ്ട്രക്ചേഴ്സ്, ബയോകെമിക്കൽ ക്ലാസസ്, തെർമോഡൈനാമിക്സ്. പിന്നെ ചില മൈനർ ടോപ്പിക്സ്, സാപ്പോർട്ടിഫിക്കേഷൻ, എസ്റ്ററിഫിക്കേഷൻ, പോളിമറൈസേഷൻ, ഡെഫിനിഷൻസും റിയാക്ഷൻസും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ പേപ്പറിലെ നെക്സ്റ്റ് ടോപ്പിക് ഫിസിയോളജി ആൻഡ് ഫാർമക്കോളജി ആണ് അല്ലെ. അപ്പൊ ജനറൽ ഫിസിയോളജിയിൽ അറ്റ്ലീസ്റ്റ് 70% ആണ് ഈ ഒരു പേപ്പർ, ഈ ഒരു പാർട്ട് ഓഫ് ദി പേപ്പർ കണ്ടെയ്ൻ ചെയ്യുന്നത്. അതിലൊരു അറ്റ്ലീസ്റ്റ് 20% ഫിസിയോളജി അല്ലെങ്കിൽ പാത്തോഫിസിയോളജി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പാത്തോഫിസിയോളജി എന്ന് പറയുമ്പോൾ ഓൾട്ടറേഷൻ ഓഫ് ഫിസിയോളജിക്കൽ പ്രോസസ് ബൈ ഡ്രഗ്സ്, ഡിസീസ് സ്റ്റേറ്റ്സ്. പിന്നെ ഫാർമക്കോളജി ഒരു മേജർ ക്വസ്റ്റ്യൻസ്, അതായത് 41 to 100 ഇൻക്ലൂഡിംഗ് 1 or 2 കേസ് സ്റ്റഡീസ് അറ്റ് ദി എൻഡ് വിൽ ബി ഫ്രം ഫാർമക്കോളജി. അതായത് നമുക്ക് ഈ ഒരു സെക്ഷന്റെ അവസാനം ഒരു 1, 2, 3 രണ്ടായിരിക്കും കൂടുതലും കേസ് സ്റ്റഡീസ് ഉണ്ടായിരിക്കും. അതായത് ഒരു കേസ് സ്റ്റഡീനെ ബന്ധപ്പെട്ട് 2-3 റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പം അതായിരിക്കും മെയിൻ ആയിട്ടും ആ ഒരു ഫസ്റ്റ് പേപ്പറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അത് മിക്കപ്പോഴും ഒരു 41 ക്വസ്റ്റ്യൻ നമ്പർ 41 to ക്വസ്റ്റ്യൻ നമ്പർ 100. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 41 to 100 ക്വസ്റ്റ്യൻസ് ടോട്ടലി അല്ല, 41 ക്വസ്റ്റ്യൻ നമ്പർ 41 to ക്വസ്റ്റ്യൻ നമ്പർ 100. ഓക്കെ, അതായത് 100 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പൊ ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ 1-2 കേസ് സ്റ്റഡീസ് ഒക്കെ ആയിരിക്കും ആ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവാം. ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഡ്രഗ് തെറപ്പി, ഫാർമക്കോകൈനറ്റിക്സ്, ഡ്രഗ് റിസെപ്റ്റർ ഇന്ററാക്ഷൻസ്, ഫാർമക്കോഡൈനാമിക്സ്, ഓട്ടോണോമിക് ട്രാൻസ്മിഷൻ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അഗോണിസ്റ്റ്, കുലിനർജിക് ആന്റഗോണിസ്റ്റ്, അഡ്രീനർജിക് അഗോണിസ്റ്റ്, അഡ്രീനർജിക് ആന്റഗോണിസ്റ്റ്, പെരിഫറൽ നെർവസ് സിസ്റ്റം, പിന്നെ പാരാസിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ANS വരുന്നത്. CNS എന്ന് പറയുമ്പോൾ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് അല്ലെ, പാർക്കിൻസോണിസം ഡിസീസ് പോലത്തെയുള്ള ഡിസീസ് പഠിക്കുക, അതിന്റെ ഡ്രഗ്സ്, ആന്റിസൈക്കോട്ടിക്, സ്കീസോഫ്രീനിയക്ക് ഉള്ള ഡ്രഗ്സ്, എപ്പിലെപ്സിക്കുള്ള ഡ്രഗ്സ്, ആന്റി എപ്പിലെപ്റ്റിക്സ്, ആൻസലൈറ്റിക്സ്, ഹിപ്നോട്ടിക് ഡ്രഗ്സ്, മൂഡ് ഡിസോർഡർ, ആൻസൈറ്റി സ്പെക്ട്രം ഡിസോർഡേഴ്സ്, ആന്റി ഡിപ്രസൻസ്, ഇതുപോലെയുള്ള CNS-നെ എഫക്ട് ചെയ്യുന്ന ഡ്രഗ്സിനെ കുറിച്ച് ക്ലാസിഫിക്കേഷൻസ് അറിഞ്ഞിരിക്കുക. അവരെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, ഈസി ആണ്. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് കിട്ടും. CNS സ്റ്റിമുലൻസും ഉണ്ട്, ഡിപ്രസൻസും ഉണ്ട്, ഓപ്പിയോയിഡ്സ്, അനസ്തെറ്റിക്സ്, അങ്ങനത്തെയുള്ള ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ്, പിറ്റ്യൂട്ടറി ആൻഡ് തൈറോയിഡിനെ കുറിച്ചും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ ഡ്രഗ്സ്, ഡയബറ്റിക്സിനുള്ള ഡ്രഗ്സ്, ഈസ്ട്രജൻ ആൻഡ് ആൻഡ്രോജൻസ്, അഡ്രീനൽ ഹോർമോൺസ്, ഡിഫറെന്റ് ടൈപ്സ് ഹോർമോൺസ്, പിറ്റ്യൂട്ടറി ഹോർമോൺസ്, അങ്ങനത്തെ കാര്യം, ഗ്ലാൻഡ്, ഓക്കെ, ഹൈപ്പോതലാമസ്, അതൊക്കെ കാര്യങ്ങൾ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ പഠിക്കും. പിന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്, അതായത് ആന്റി ഹൈപ്പർടെൻസീവ്, ഡയററ്റിക്സ്, ഹാർട്ട് ഫെയിലിയർ, ആന്റി അരിത്തമിക്സ്, ആന്റി എൻജൈനൽ, ഡ്രഗ്സ് ഫോർ ഹൈപ്പർലിപ്പിഡീമിയ, CAD ഡ്രഗ്സ്, ഇതൊക്കെ പഠിക്കും. പിന്നെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്, ആന്റിക്വാഗുലൻസ്, ആന്റിപ്ലേറ്റ്ലെറ്റ്സ്, ത്രോംബോ എംബോളിക് ഡിസീസ്, ഡ്രഗ്സ് ഫോർ അനീമിയ, അതൊരു സെക്ഷൻ ആണ്. ഇനി ഇൻഫെക്ഷ്യസ് ഡിസീസ് അല്ലെങ്കിൽ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സും ഉണ്ട്. അതിൽ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ആന്റി മൈക്രോബിയൽ തെറപ്പി എന്താണ്, ഇപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ഓക്കെ, ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ ആന്റി മൈക്രോബ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ ക്ലാസിഫിക്കേഷൻസ്, പിന്നെ ഇമ്മ്യൂണോ സപ്രസൻസ്, കീമോ ഡ്രഗ്സ്, വൈറൽ ഡ്രഗ്സ്, ഹെൽമെന്റിക്, ആന്റി പ്രോട്ടീൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് പഠിച്ച് അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനും കുറച്ച് ADR-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യും. ഡ്രഗ്സ് ഫോർ അതർ ഡിസോർഡേഴ്സ്, അതായത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെയോ, ആസ്മ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ്, COPD, ആന്റിഹിസ്റ്റമൈൻസ്, ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റിപൈററ്റിക്, അനൽജസിക് ഏജൻസ്, GIT,
ആന്റി-എമറ്റിക് ഡ്രഗ്സ്, ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് അഗൈൻ ക്ലാസിഫിക്കേഷൻസും മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് കൂടുതലും നോക്കുന്നത്. പിന്നെ പെപ്റ്റിക് അൾസർ ഡിസീസും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, പിന്നെ ആന്റിഹിസ്റ്റമൈൻസ് അഗൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ സെക്ഷനിൽ പഠിക്കുന്നത്. IBD-നെ കുറിച്ചും ഒക്കെ പഠിക്കും. ഈ യൂറോളജിക്കൽ ഡിസോർഡേഴ്സിൽ കുറച്ച് പഠിക്കുന്നുണ്ട്. ഡെർമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ് ലൈക്ക് എക്സിമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ബോൺ ഡിസോർഡേഴ്സ്, ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഗൗട്ട്, ഹൈപ്പർയൂറീസീമിയ, ഈ സെക്ഷൻസും നമ്മൾ മിസ്ലീനിയസ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് റീനൽ ഡിസോർഡേഴ്സ്, ഹെപ്പറ്റിക് ഡിസോർഡേഴ്സ്, ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ്സ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, ക്ലിനിക്കൽ ടോക്സിക്കോളജി. ഓക്കെ, ആ ടോക്സിക്കോളജി തന്നെ നമ്മൾ എങ്ങനെയാണ് ടോക്സിസിറ്റി ഉണ്ടാവുന്നത്, എന്തൊക്കെയാണ് സയൻസ്, എന്തൊക്കെയാണ് എഫക്ട്സ്, സൈഡ് എഫക്ട്സ്, ഇങ്ങനെയാണ് നമ്മൾ ടോക്സിസിറ്റി മാനേജ് ചെയ്യുന്നത്, ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കും. ഇനി കമ്മിങ് ടു എക്സാം പേപ്പർ 2, നമ്മൾ പറഞ്ഞു സ്യൂട്ടിക്സും തെറപ്യൂട്ടിക്സും ആണ് അതിന്റെ മെയിൻ. 30% ആണ് ഫാർമസ്യൂട്ടിക്സ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഫാർമസ്യൂട്ടിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ഡ്രഗ് ഡോസേജ് ഫോംസ്, ഫാർമസ്യൂട്ടിക്സ് ഇൻ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, എക്സ്റ്റംപോറേനിയസ് പ്രിസ്ക്രിപ്ഷൻ കമ്പൗണ്ടിങ്, അതാണ് കൂടുതലും ഉണ്ടാവുന്നത്. അതിൽ ഫാർമസ്യൂട്ടിക്കൽ ടെക്നോളജിയിൽ അബൌട്ട് 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇൻക്ലൂഡ്സ് ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, ഇമൾഷൻ, സസ്പെൻഷൻ, സപ്പോസിറ്ററീസ്. ജസ്റ്റ് നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഡിഫറെന്റ് ടൈപ്സ്, കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, കുറച്ച് ഡൾ ടോപ്പിക് ആണ്. സ്റ്റിൽ നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് ക്ലാസ്സസ് എടുക്കുന്നതായിരിക്കും. ഫാർമസ്യൂട്ടിക്കൽ കാൽക്കുലേഷൻസ് another important പാർട്ട് ആണ്. about 10 to 15 കാൽക്കുലേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇഫ് യു ലക്കി ഇനഫ് ചിലപ്പോൾ ഒരു 6 to 8 കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിൽ തന്നെ നമുക്ക് മോക്സിലൊക്കെ ചെയ്യുന്ന കാൽക്കുലേഷൻസ് തന്നെ ആയിരിക്കും നിങ്ങൾ കൂടുതലും കം അക്രോസ് ചെയ്യുക. ബട്ട് അഗൈൻ ന്യൂ കാൽക്കുലേഷൻസ് ഉണ്ടാവാം. സോ എക്സ്പെക്ട് about 10 to 15 കാൽക്കുലേഷൻസ്. ഓക്കെ, ചിലപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഡോസ് കാൽക്കുലേഷൻസ്, ഡെഫിനറ്റ് ആയിട്ടും ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് സിമ്പിൾ ഡോസ് കാൽക്കുലേഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും. വളരെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പുതിയ കാൽക്കുലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എക്സ്പെക്ട് ചെയ്യാം, ഡിപ്പെൻസ്. സിമ്പിൾ ടു കോംപ്ലെക്സ് കാൽക്കുലേഷൻസ് ലൈക്ക് ഹാഫ് ലൈഫ്, ഷെൽഫ് ലൈഫ് ഡിറ്റർമിനേഷൻ, ഡ്രഗ് ക്ലിയറൻസ്, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, കാൽക്കുലേഷൻ ബേസ്ഡ് ഓൺ ഹെൻഡേഴ്സൺ ഹാസൽബെക്ക് ഇക്വേഷൻ, ഇങ്ങനത്തെ കാൽക്കുലേഷൻ ഒക്കെയാണ് കൂടുതലും കാണുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫാർമക്കോ കൈനറ്റിക്സ്, അതായത് ബയോഅവൈലബിലിറ്റിയോ ബയോ ഇക്വലൻസ് സ്റ്റഡീസ്, ബയോടെക്നോളജി, ഡ്രഗ് പ്രൊഡക്ട്സ്, ഡ്രഗ് മെറ്റബോളിസം, പ്രോ ഡ്രഗ്, ഫാർമക്കോ ജെനറ്റിക്സ്, ഓക്കെ, അതിന്റെ മെറ്റബോളിസം, അതിന്റെ കാര്യങ്ങളൊക്കെ ആണ് കൂടുതലും ഈ ഒരു ടോപ്പിക്കിലുള്ളത്. ബയോഫാർമസ്യൂട്ടിക്സിൽ ഒരു മേജർ റോൾ ആണ് പേപ്പർ 2 ബയോഫാർമസ്യൂട്ടിക്സ് ഒരു മേജർ റോൾ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. അതിൽ മൈക്രോബയോളജി 2 to 4 ക്വസ്റ്റ്യൻസ് മാത്രം മൈക്രോബയോളജി എന്ന് വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയനെ കുറിച്ചും സ്റ്റെയിനിങ് ടെക്നിക്കിനെ കുറിച്ചും, ഗ്രാം നെഗറ്റീവ് ആനറോബിക് ബാക്ടീരിയ ഒക്കെ, അതിന്റെ അവരുടെ കവറിങ്സ്, പുറത്തുള്ള കോട്ടിങ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് അറിഞ്ഞിരിക്കണം. 2 to 4 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. പിന്നെ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്, അതായത് നമുക്കറിയാമല്ലോ ഓട്ടോക്ലേവ്, ഫെർട്ടിലൈസേഷൻ, ഡ്രൈ ഹീറ്റ്, ലിപ്പോഫിലൈസേഷൻ, സ്റ്റോറേജ് കണ്ടീഷൻ, പേരന്റിന്റെയും ടാബ്ലറ്റിന്റെയും നീഡിൽ ഗോജിന്റെയും ഒക്കെ സ്റ്റോറേജ് കണ്ടീഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഫോക്കസ് ചെയ്യാം. ഇമ്മ്യൂണോളജിയിൽ ഒരു 1 to 2 ക്വസ്റ്റ്യൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് എന്താണ് ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ആദ്യം ഒരു സ്പോട്ടിൽ എത്തുന്ന ഏത് ആന്റിബോഡിയാണ്, ഏതാണ് അവസാനം എത്തുന്നത്, IgA, MADG, അതുപോലെ നിമോണിക്സ് ഒക്കെയാണ്. ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ മെയിൻലി വാക്സിനെ കുറിച്ചും ആന്റിബോഡീസിനെ കുറിച്ചും അതിന്റെ എക്സാമ്പിൾസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ അതിന്റെ എക്സാമ്പിൾസും ഡ്രഗ്സും ഒക്കെ നമ്മൾ പഠിക്കും. പിന്നെ തെറപ്യൂട്ടിക്സ് പറയുമ്പോൾ ഒരു 70% ആ പേപ്പർ 2 തെറപ്യൂട്ടിക്സ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അവിടെ 60 to 70 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. തെറപ്യൂട്ടിക്സ് മാത്രം 60 to 70 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ടഡ് ആണ്. അതിൽ നമ്മൾ മെയിൻ ആയിട്ടും തെറപ്യൂട്ടിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് ഈ ഡൈല്യൂഷൻസും പെർസെന്റേജ്, ഡെൻസിറ്റി, സെൻസിറ്റിവിറ്റി ഓഫ് ബാലൻസ്, പ്രപ്പോർഷൻ, ഐസോടോണിസിറ്റി ഒക്കെ വരുന്നത്. സോ ആ തെറപ്യൂട്ടിക് റിലേറ്റഡ് കാൽക്കുലേഷൻസും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊസോളജിയും ഡോസ് ഡിറ്റർമിനേഷനും, ഓക്കെ, കോമൺ മെഡിക്കേഷന്റെ ഡോസ് റെജിമെന്റ്സ് അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് ഒരു ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഡ്രഗ്സും അതിന്റെ ഡോസേജും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും.
പിന്നെ ഡ്രഗ് ഓഫ് ചോയ്സ്, ഒരു പെർട്ടിക്കുലർ ഡ്രഗിന്റെ ഒരു ഡിസീസിന്റെ പ്രസന്റിംഗ് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് ഏതാണ് ആ പേഷ്യന്റിന് മോസ്റ്റ് അപ്രോപ്രിയേറ്റഡ് ഡ്രഗ്, അതാണല്ലോ തെറപ്യൂട്ടിക്സ്. ഓക്കെ, സോ അത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഓക്കെ, ഒരു പേഷ്യന്റ് കൗൺസിലിംഗും റെലവെന്റ് ആയിട്ടുള്ള പേഷ്യന്റിന് വരാനിരിക്കുന്ന ADRും ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ഡ്രഗിന്റെ അസുഖിന്റെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. Drug information, using information sources to find drug and health information relevant to conditions in disease states. പിന്നെ മൈനർ എയിൽമെന്റ്സ് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത്, OTC ഡ്രഗ്സിനെ കുറിച്ച് പഠിക്കണം, നോൺ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രൈബിനെ കുറിച്ചും റാഷണൽ ഓവർ ദി കൗണ്ടർ പ്രൊഡക്ട് സെലക്ഷനെ കുറിച്ചും ബ്രീഫ് ആയിട്ട് ഒരു മിസ്ലേനിയസ് ടോപ്പിക്സ് പോലെ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകണം. മോസ്റ്റ്ലി ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. OTC for otic, dental and ophthalmic agents, OTC for dermatologic agents, OTC for weight control, sleep and smoking cessation aids, OTC for fever, pain, cough, cold and allergic rhinitis, for constipation, diarrhea, hemorrhoids and heartburn, OTC for menstrual, vaginal and contraceptive agents. പിന്നെയുള്ളത് ഡ്രഗ് ആൻഡ് ഡ്രഗ് ന്യൂട്രിയൻ ഇന്ററാക്ഷൻസ്. ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പിന്നെ ക്ലിനിക്കൽ ടോക്സിക്കോളജി അഗൈൻ, സ്റ്റെറൈൽ പ്രൊഡക്ട്സിനെ കുറിച്ച്, ഹെർബൽ മെഡിസിൻസിനും ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സിനെ കുറിച്ചും നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്യുകയും ചെയ്യില്ല, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കും. ക്ലിനിക്കൽ ഫാർമക്കോകൈനറ്റിക്സ് ആൻഡ് TDM ഡ്രഗ്സ്, ഓക്കെ, അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക്. പീഡിയാട്രിക്സ്, ജീരിയാട്രിക്സിനെ കുറിച്ചും അവരുടെ ഡിഫറൻസ്, ഫാർമക്കോകൈനറ്റിക്സിലൊക്കെ വരുന്ന ഡിഫറൻസിനെ കുറിച്ചും, അപ്പോൾ അവർക്ക് സെലക്ട് ചെയ്യേണ്ട ഡ്രഗ്സിനെ കുറിച്ചും ഒക്കെ ഡെഫിനറ്റ്ലി പഠിക്കേണ്ടതാണ്.